എടാ അവിടെ കയറി അടിക്കാൻ നിന്നെ കൊണ്ടൊന്നും പറ്റില്ലടാ. രുദ്രണ്ണനെ നീയൊക്കെ കൂടെ ചീത്തപ്പേരുണ്ടാക്കുവോ? കളഞ്ഞിട്ട് പോടാ. എടാ ഞാൻ തിരിച്ചു വിളിക്കാവേ. അപൂർവം നീ ജോട മായാജാലം നീ യുത്തിൻ താളം നീ ആരാനി ആരേടി തീയോനി ആരതി പീസോനി മാസ്റ്റർ പീസാനി. ഇവളേതാ? ആദ്യമായിട്ടാണല്ലോ കാണുന്നേ. ഇവൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. എന്നെ കണ്ടപ്പോ ഇവൻ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇവനെ ഒന്ന് വട്ടിളക്കിയാലോ? അവളെ എന്നെ നോക്കിയാണല്ലോ ചിരിച്ചത്. ഒരു പെണ്ണുങ്ങളും ഇത്രയും താല്പര്യത്തോടെ എന്നെ നോക്കിയിട്ടില്ല. ഈ സുന്ദരി ആരാണെന്ന് എന്തായാലും അറിയണം. കല്യാണം കഴിച്ചതല്ലെങ്കിൽ ഇവളെ അങ്ങ് കെട്ടിയാലോ? എന്താ ചേട്ടാ, എന്നെ അറിയോ? അല്ല, അത് നിന്നെ എവിടെ കണ്ട് നല്ല പരിചയം. എന്നെ ചേട്ടൻ വേറെ എവിടെയും കണ്ടുകാണാൻ സാധ്യതയില്ല. ഞാനിവിടെ ആദ്യമാ. എന്താ പേര്? ആരതി. നല്ല ബ്യൂട്ടിഫുൾ നെയിം. കല്യാണം കഴിച്ചാണോ? എന്റെ പേര് ഇഷാൻ, മിനിസ്റ്ററുടെ മോന്റെ ഫ്രണ്ടാ. അല്ല, ആരതി എന്താ ഇവിടെ? ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാ. ആരാണ് ഫ്രണ്ട്? ബോയ് ഫ്രണ്ടാണോ? അല്ല, ഇവിടെ എന്ത് ചെയ്യുന്നു? എന്തിനാ ചേട്ടൻ ഇതൊക്കെ അന്വേഷിക്കുന്നെ? എന്നെ കെട്ടാനാണോ? ഒരു പെണ്ണിനെ ഇത്രയും താല്പര്യത്തോടെ നോക്കിയിട്ടില്ലല്ലോ. ഇത് വളഞ്ഞത് തന്നെ. എടി, ആരതി ഏത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ആരവ പറഞ്ഞത്? പോസ്റ്റ് ഓഫീസിനടുത്തുള്ള ബസ് സ്റ്റോപ്പില് അവള് നിൽക്കുന്ന അവൻ പറഞ്ഞത്. അതെ, ഏതായാലും വേഗം വണ്ടി വിട്. ആരതി എത്തിയിട്ടുണ്ടാവും. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. വേഗം വിട്. എവിടാ പോവേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നോ താങ്ക്സ്, എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ വരും. അല്ല, ആ ഫോൺ നമ്പറും തരാവോ? എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ, ഒരു ഫോൺ നമ്പറല്ലേ ചോദിച്ചുള്ളൂ. ആരതി, ഹായ്. 5 സുന്ദരികൾ, ഇവരാണോ ഇവളുടെ ഫ്രണ്ട്സ്? ആരതി, നീ വന്നിട്ട് ഒത്തിരി നേരമായോ? വന്നിട്ട് കുറച്ചു നേരമായി. ഈ സ്ഥലത്ത് സ്ത്രീകൾക്ക് പട്ടാപ്പകല് പോലും തനിച്ച് നിൽക്കാൻ പറ്റില്ലെന്ന് ഇവിടെ വന്നപ്പോഴാ മനസ്സിലായത്. അതെന്തു പറ്റി? ഇവൻ രുദ്രന്റെ കൂടെയുള്ള ഇഷാനല്ലേ? ആരതി, ഇയാളുമായിട്ട് എന്താ? നിനക്ക് ഇയാളെ പരിചയമുണ്ടോ? എനിക്കൊരു പരിചയമില്ല. ഞാനിവിടെ വന്നു നിന്നപ്പോ മുതല് ഇയാൾ എന്നെ ശല്യം ചെയ്യുക, ഒരുമാതിരി പെണ്ണുങ്ങളെ കാണാത്തതുപോലെ. ഇത്രയും നേരം ഇവളെന്നോട് അടുപ്പം കാണിച്ചിട്ട് ഇപ്പൊ പെട്ടെന്നങ്ങ് പ്ലേറ്റ് മാറ്റിയല്ലേ? താനെന്തിനാ ഇവിടെ ശല്യം ചെയ്തോണ്ടിരിക്കുന്നേ? ഏയ്, ഞാൻ ശല്യം ചെയ്തൊന്നുമില്ല. ഞാൻ ഈ കുട്ടിയെ പരിചയപ്പെട്ടതാ. ഓ, എന്നെ ഇയാള് കൂടെ പോകാൻ വിളിച്ചടി. എടാ, നീ അത്രയ്ക്കായോ? നീ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേടാ? നിനക്ക് രുദ്രന് ഇത് തന്നെയാണോ പണി?
ഇവളെ ഞങ്ങളുടെ ഫ്രണ്ടാ. നീ കൂടുതൽ പ്രതീക്ഷിക്കൊന്നും വേണ്ട. അങ്ങനെയൊന്നും വീഴത്തില്ല. നീ വേറെ വഴി നോക്കിക്കോ. അല്ല, നിനക്കിനി എന്താ വേണ്ടേ? ഇവളുടെ മറുപടി വേണോ? മറുപടിയേ ഫോണില് വേണോ അതോ കാലിന്റെ ചപ്പലുകൊണ്ട് വേണോ? അയാൾ ഏതാ? അയാളുടെ നോട്ടം കണ്ടപ്പോ തന്നെ ഞാൻ ആകെ പേടിച്ചുപോയി. അല്ല, ഞാൻ കാരണം നിങ്ങൾ എന്തോ പ്രതിസന്ധിയിലായെന്ന് ആരവോ പറഞ്ഞു. ഞങ്ങൾക്ക് എപ്പോഴും പ്രതിസന്ധികളേ ഉള്ളൂ ആരതി. ഇപ്പൊ എന്താ പ്രശ്നം? ആ പ്രശ്നം പരിഹരിക്കാനാ ആരവെന്നെ പറഞ്ഞയച്ചത്. പ്രശ്നം എന്താന്ന് പറയേ. ഇത്തവണ നിന്നെ കാണേണ്ടതേ ഗബ്രിയേൽ സാറിനാ. ഗബ്രിയേൽ സാർ? പുള്ളി ഒരു പാരാസൈക്കോളജിസ്റ്റാ. എന്ന് വെച്ചാ ഈ ഗോസ്റ്റുകളെ കുറിച്ച് പഠിക്കുന്ന ആള്. ആ, ആരതി വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവളെ കൊണ്ടുപോയി ഗബ്രിയേൽ സാറിനെ പരിചയപ്പെടുത്താം. ആ, ഞാൻ വരുന്നില്ല. സാർ എന്തെങ്കിലും ചോദിച്ചാ ഞാൻ സത്യം പറയും. നമുക്കെല്ലാം പ്രശ്നമാവും. എനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ല. കിരണേ, നീ ആരതിയെ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയിട്ട് വാ. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഓ, അപ്പോ നിങ്ങളാരും വരുന്നില്ലേ? എല്ലാരും കൂടെ ഒരുമിച്ച് പോയാലും പ്രശ്നാ. അതുകൊണ്ട് കിരണും ആരതിയും പോയിട്ട് വരുന്നതാ നല്ലത്. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവായിരുന്നു. കിരൺ, നിങ്ങൾ മാത്രം പോകുന്നതാ നല്ലത്. നിങ്ങൾ മാത്രമാകുമ്പോ വലിയ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. പോയിട്ട് വാ കിരണേ. നിങ്ങൾ തന്നെ പോയിട്ടോ, ഞങ്ങളോട് വെയിറ്റ് ചെയ്യും. ആ, എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. ആരതി വാ. ചെല്ല്. ഓക്കെ അല്ലേ? ഇതാണ് ഗബ്രിയേൽ സാറിന്റെ വീട്. ഇദ്ദേഹം ഒരു പാരാസൈക്കോളജിസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ ഇദ്ദേഹം പ്രേതഭൂത ചിന്തയുള്ള ആളായിരിക്കുമല്ലോ. എന്തേ, നിനക്ക് പേടിയുണ്ടോ? അല്ല, ഇങ്ങനെയുള്ള ആളുകൾ നമ്മളെ കണ്ടിട്ട് ചിലപ്പോ നമുക്ക് പ്രേതബാധ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കളയോ? അങ്ങനെയൊന്നും പറയില്ല. ഗബ്രിയേൽ സാർ ഒരു പാരാസൈക്കോളജിസ്റ്റ് ആണെങ്കിലും അങ്ങനെ ഒരാളാണ് സാർ എന്ന് നമുക്ക് തോന്നിയേയില്ല. ആ, നീ വാ, നമുക്ക് സാറിനെ കാണാം. വാ. കിരൺ,